അഭിരുചിയാണ് പ്രധാനം, മാർക്കല്ല. നാളെ മുതൽ +1 അഡ്മിഷനുള്ള അപേക്ഷകൾ ആരംഭിക്കുകയാണ്. ഫുൾ എ പ്ലസും ഉന്നത വിജയവും ഒക്കെ നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? എന്തായാലും ഫുൾ എ പ്ലസ് കിട്ടിയതല്ലേ, അല്ലെങ്കിൽ മികച്ചൊരു വിജയം കൈവരിച്ചതല്ലേ, സയൻസ് എടുത്തോ. സയൻസ് മോശമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതല്ല. സയൻസ് എല്ലാ കാലത്തെയും മികച്ച സബ്ജക്റ്റ് തന്നെയാണ്, ഒരുപാട് കരിയർ സാധ്യതകളും ഉണ്ട്. പക്ഷേ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ നിർബന്ധമായും എടുക്കേണ്ട സബ്ജക്റ്റ് സയൻസ് ആണെന്നും മാർക്ക് കുറഞ്ഞ കുട്ടികൾ എടുക്കേണ്ട സബ്ജക്റ്റാണ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലുള്ള മറ്റ് സബ്ജക്റ്റുകൾ എന്നുള്ളൊരു തെറ്റായ ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുന്നിൽ ആ ഒരൊറ്റ വഴിയെ പലരും കാണിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഇക്കണോമിക്സ്, സിവിൽ സർവീസ്, കോർപ്പറേറ്റ് ലോ, ഫിനാൻസ്, പുതിയ കാലഘട്ടത്തെ മാനേജ്മെന്റ് കോഴ്സുകൾ, ഹിസ്റ്ററി, സോഷ്യോളജി, അങ്ങനെ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ആഗോളതലത്തിൽ സാധ്യതകളുള്ള ഒട്ടേറെ അവസരങ്ങളാണുള്ളത്. സയൻസ് പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് മറ്റ് ഗ്രൂപ്പുകളും എന്നുള്ള സത്യം കുട്ടികൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാർക്ക് നോക്കിയല്ല, കുട്ടികളുടെ അഭിരുചി നോക്കി വേണം +1 ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കാൻ. ഏത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ മിടുക്കരാവാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഭാവി നിങ്ങൾക്ക് മുന്നിലുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്.